നമസ്കാരം. ഇറാന് പിന്നാലെ ക്യൂബ പിടിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്യൂബയ്ക്ക് മേലുള്ള ഉപരോധം വ്യാപിപ്പിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് ഐക്യരാഷ്ട്രസഭാ നിയമങ്ങളുടെ ലംഘനമെന്നാണ് ക്യൂബ പ്രതികരിച്ചത്. അതേസമയം യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കും മേലുള്ള താരിഫ് 25% വർദ്ധിപ്പിച്ചെന്നുള്ള പ്രഖ്യാപനവും ട്രംപ് നടത്തിയിരിക്കുകയാണ്. ഒപ്പം രാജ്യത്തെ വാണിജ്യ സിലിണ്ടർ വില വർധനവിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുകയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. ക്യൂബയ്ക്ക് മേലുള്ള ഉപരോധം വ്യാപിപ്പിക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ക്യൂബൻ സർക്കാരിൻ്റെ സുരക്ഷാ സംവിധാനത്തെ പിന്തുണയ്ക്കുന്നവരോ അഴിമതിയിലോ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങളിലോ പങ്കാളികളാകുന്ന വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവയാണ് പുതിയ ഉപരോധങ്ങൾ ലക്ഷ്യമിടുന്നത്. ക്യൂബൻ സമ്പദ് വ്യവസ്ഥയുടെ മറ്റേതെങ്കിലും മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദേശികർക്കും ഉപരോധം ബാധകമാകും. ക്യൂബയ്ക്ക് നേരെയുള്ള അമേരിക്കൻ ഉപരോധ നടപടികൾ ഐക്യരാഷ്ട്രസഭാ ചാർട്ടിൻ്റെ ലംഘനമാണെന്നും ക്യൂബൻ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് വ്യക്തമാക്കുകയും ചെയ്തു. ഇറാൻ യുദ്ധത്തിന് ശേഷം ക്യൂബയാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് ട്രംപ് ആവർത്തിച്ചു വ്യക്തമാക്കിയിരിക്കുകയാണ്. ലോകത്തെ മുൾമുനയിലാക്കി ട്രംപ് ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ടെഹ്റാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ഒരു കരാറിന് തയ്യാറാണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ട്രംപ് വ്യക്തമാക്കി. ഇറാൻ്റെ നേതൃത്വത്തിനിടയിലുള്ള കടുത്ത ഭിന്നതയാണ് ഒരു ശാശ്വത പരിഹാരത്തിന് തടസ്സമാകുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സൈനിക നടപടിയോ ഒരു കരാറോ ആണ് മുന്നിലുള്ള വഴികളെന്നും കോൺഗ്രസിൻ്റെ അനുമതിയല്ലാതെ യുദ്ധം തുടരാൻ തനിക്ക് അധികാരമുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. പുനരാരംഭിക്കാൻ തനിക്ക് വ്യക്തിപരമായ താൽപ്പര്യമില്ലെങ്കിലും US സെൻട്രൽ കമാൻഡിൽ നിന്നും സൈനിക നീക്കങ്ങൾക്കുള്ള പുതിയ പ്ലാനുകൾ താൻ സ്വീകരിച്ചിട്ടുണ്ടെന്നും ട്രംപ് വെളിപ്പെടുത്തി. വീണ്ടും താരിഫ് ഭീഷണിയുമായി ട്രംപ്. യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമേലുള്ള താരിഫ് 25% വർദ്ധിപ്പിച്ചതായി ട്രംപ് പ്രഖ്യാപിച്ചു. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലെ പോസ്റ്റിലൂടെയായിരുന്നു ട്രംപിൻ്റെ പുതിയ പ്രഖ്യാപനം. വാഹന നിർമ്മാതാക്കൾ അമേരിക്കയിലെ പ്ലാന്റുകളിൽ ഉൽപ്പാദനം നടത്തുകയാണെങ്കിൽ താരിഫ് നൽകേണ്ടി വരില്ലെന്നും ട്രംപ് തൻ്റെ പോസ്റ്റിൽ പറഞ്ഞു. പൂർണ്ണമായി സമ്മതിച്ച വ്യാപാര കരാർ യൂറോപ്യൻ യൂണിയൻ പാലിക്കുന്നില്ല. അടുത്ത ആഴ്ച മുതൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കാറുകൾക്കും ട്രക്കുകൾക്കും ഈടാക്കുന്ന താരിഫ് വർദ്ധിപ്പിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി. അതേസമയം യൂറോപ്യൻ യൂണിയൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ വഴികളും തേടുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രതികരിക്കുകയും ചെയ്തു. നികുതി വർധനവ് സംബന്ധിച്ച ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നതിന് ശേഷം മാത്രമേ പ്രതികരണം ഉണ്ടാവുകയുള്ളൂ എന്ന് യൂറോപ്യൻ യൂണിയൻ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്തു. സ്കോട്ട്ലൻഡിൽ വെച്ച് യൂറോപ്യൻ യൂണിയനും US തമ്മിൽ മിക്ക യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്കും 15% നികുതി നിശ്ചയിച്ചുകൊണ്ടുള്ള കരാറിൽ ഏർപ്പെട്ട് ഒരു വർഷം തികയുന്നതിന് മുമ്പാണ് ട്രംപിൻ്റെ ഈ നടപടി. ഡാനിഷ് പ്രദേശമായ ഗ്രീൻലാൻഡ് പിടിച്ചടക്കുമെന്ന് ട്രംപിൻ്റെ ഭീഷണിക്ക് പിന്നാലെ ഇരുപക്ഷവും തമ്മിലുള്ള ബന്ധം വഷളാകുകയായിരുന്നു. വാണിജ്യ സിലിണ്ടർ വില വർധനവിൽ പ്രതിഷേധിച്ച് കേന്ദ്ര സർക്കാരിന് കത്തയച്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ. വാണിജ്യ സിലിണ്ടറിൻ്റെ വില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിനും പെട്രോളിയം മന്ത്രാലയത്തിനും മന്ത്രി സുരേഷ് ഗോപിക്കുമാണ് കത്തയച്ചത്. സിലിണ്ടറുകൾക്ക് വില കുറച്ചെങ്കിലും ഭക്ഷണ സാധനങ്ങൾക്ക് വില കൂട്ടേണ്ടി വരും എന്നും മുന്നറിയിപ്പിൽ പറയുന്നു. 5 സംസ്ഥാനങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായതിന് പിന്നാലെയാണ് വാണിജ്യ സിലിണ്ടർ വില കുത്തനെ കൂട്ടിയത്. വില വർധന ഹോട്ടൽ കാറ്ററിംഗ് മേഖലയ്ക്ക് മേലുള്ള ഇടുത്തിയായി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഹോട്ടൽ ഉടമകൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 6-ാം തീയതി സംസ്ഥാന വ്യാപകമായി ഹോട്ടലുകൾ അടച്ചിടുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ അറിയിച്ചിരുന്നു. അസംസ്കൃത എണ്ണയുടെ വിലവർധനവ് മൂലം പെട്രോൾ, ഡീസൽ, LPG വിലകൾ ഉയർത്തണമെന്ന് എണ്ണ കമ്പനികൾ കേന്ദ്ര സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നു. ലിറ്ററിന് 20 രൂപ വരെ നഷ്ടം സഹിച്ച് മുന്നോട്ട് പോകാനാവില്ലെന്ന് കമ്പനികൾ പറയുന്നു. പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളും ആഗോള ഊർജ്ജ വിപണികളിലെ അതിൻ്റെ സ്വാധീനവും സർക്കാർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വൃത്തങ്ങൾ അറിയിച്ചു. അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെങ്കിലും അടുത്ത 5 മുതൽ 7 ദിവസത്തിനുള്ളിൽ വില വർധനവ് സംബന്ധിച്ച തീരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പെട്രോൾ, ഡീസൽ വില 4 മുതൽ 5 രൂപ വരെ വർദ്ധിപ്പിച്ചേക്കാം. ചർച്ചകൾ ആരംഭിച്ചതായി കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഗാർഹിക LPGക്ക്
50 രൂപ വരെയും വിലവർദ്ധനവിന് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കൂട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുമ്പോഴും പ്രതിസന്ധി രൂക്ഷമെന്നാണ് കേന്ദ്ര ധനമന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട്. ഗൾഫ് മേഖലയിലെ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങളുടെ തകർച്ച ഇന്ധന വിതരണത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പ്രതിസന്ധി നീണ്ടുപോയാൽ പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ഏപ്രിൽ മാസത്തിലെ സാമ്പത്തിക അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. രാജ്യാന്തര സർവീസുകൾ വെട്ടിക്കുറച്ച് എയർ ഇന്ത്യ. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള വ്യോമപാത നിയന്ത്രണങ്ങളും ഇന്ധനവില വർധനവും കാരണമാണ് നടപടി. ജൂലൈ വരെ ലാഭകരമല്ലാത്ത റൂട്ടുകളിലെ സർവീസുകൾക്ക് നിയന്ത്രണമുണ്ടാകുമെന്ന് CEO ക്യാബൽ വിൽസൺ അറിയിച്ചു. കടുത്ത സാമ്പത്തിക നഷ്ടം നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനം. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കാരണം വിമാനങ്ങൾക്ക് ദീർഘദൂരപാതകൾ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. ഇത് ഇന്ധന ഉപഭോഗം വർദ്ധിപ്പിക്കുകയും പ്രവർത്തന ചെലവ് കുത്തനെ കൂട്ടുകയും ചെയ്തു. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇതിനകം തന്നെ ചില സർവീസുകൾ കുറച്ചിരുന്നു. എന്നാൽ സാഹചര്യം മെച്ചപ്പെടുത്താത്തതിനാലാണ് ജൂൺ ജൂലൈ മാസങ്ങളിലെ ഷെഡ്യൂളുകളിലും മാറ്റം വരുത്താൻ എയർ ഇന്ത്യ നിർബന്ധിതരായത്. 2026 മാർച്ച് 31 അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ എയർ ഇന്ത്യ ഗ്രൂപ്പ് ഏകദേശം 22,000 കോടി രൂപയുടെ നഷ്ടം രേഖപ്പെടുത്തിയതായാണ് കണക്കാക്കുന്നത്. കുവൈറ്റ് എയർവേസ് 13 വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നു. നാളെ മുതൽ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 4 നിന്നും 13 പുതിയ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി അധികൃതർ അറിയിച്ചു. ഇതോടെ ആകെ സർവീസ് നടത്തുന്ന നഗരങ്ങളുടെ എണ്ണം 29 ഉയരും. ലണ്ടൻ, പാരീസ്, ദുബായ്, ഇസബുൾ, മുംബൈ, ഡൽഹി, കൊച്ചി, തിരുവനന്തപുരം, മനില, കൊളംബോ തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്കാണ് സർവീസുകൾ ഉണ്ടാകുന്നത്. രാജ്യാന്തര യാത്രക്കാരുടെ ആവശ്യകത വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനമെടുത്തത്. അതേസമയം 36 വർഷത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സുഡാൻ തലസ്ഥാനമായ കാർട്ടൂമിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ആദ്യമായി ഒരു വിദേശ വിമാന കമ്പനിയുടെ വിമാനം ലാൻഡ് ചെയ്തു. കുവൈറ്റ് എയർവേസിൻ്റെ വിമാനമാണ് സുഡാനിലെ സുരക്ഷാ വെല്ലുവിളികൾക്ക് ശേഷം ഈ ചരിത്രപരമായ നേട്ടം കൈവരിച്ചത്. 1990 ശേഷം 36 വർഷത്തെ ഇടവേള കഴിഞ്ഞാണ് കുവൈറ്റ് എയർവേസ് കാർട്ടൂമിലേക്ക് സർവീസ് നടത്തുന്നത്. രാജ്യതലസ്ഥാനത്തെയും വടക്കേ ഇന്ത്യയിലെയും യാത്രക്കാരെ ലക്ഷ്യമിട്ട് നിർമ്മിച്ച നോയിഡ അന്താരാഷ്ട്ര വിമാനത്താവളം ചിറകുവിരിക്കാൻ ഒരുങ്ങുന്നു. ജൂൺ 15 മുതൽ വിമാനത്താവളം പ്രവർത്തനം ആരംഭിക്കുമെന്ന് വിമാനത്താവളം അധികൃതർ അറിയിച്ചു. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയിൽ നിന്നുള്ള അന്തിമ അനുമതി കഴിഞ്ഞ ഏപ്രിൽ മാസം 27 ലഭിച്ചതോടെയാണ് വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനം തുടങ്ങാനുള്ള നടപടികളുമായി അധികൃതർ മുന്നോട്ട് നീങ്ങിയത്. ഉത്തർപ്രദേശിലെ ജവാറിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളത്തിൻ്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് 28 നിർവഹിച്ചിരുന്നു. മാർച്ച് 6 ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനിൽ നിന്നുള്ള അനുമതി വിമാനത്താവളത്തിന് ലഭിച്ചത്. കേരളത്തിൻ്റെ വിധിയറിയാൻ ഇനി 2 ദിവസം മാത്രം ബാക്കി. 3 മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. UDF ഭരണം തിരിച്ചുപിടിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലം സത്യമാകും എന്ന പ്രതീക്ഷയിലാണ് മുന്നണി. എന്നാൽ എക്സിറ്റ് പോളുകളല്ല യഥാർത്ഥ ജനവിധിയെന്ന് LDFും കണക്കുകൂട്ടുകയാണ്. അതേസമയം കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് NDA. വോട്ടിംഗ് ശതമാനം 20% ഉയർത്തി കേരളത്തിൽ പ്രബല ശക്തിയാകാൻ കഴിയുമെന്നാണ് NDAയുടെ വിലയിരുത്തൽ. കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ ബലാബലം തുടരുമ്പോൾ ചർച്ചയുടെ ആവശ്യമില്ലെന്നും പിണറായി ക്യാപ്റ്റനായി 3ാം സർക്കാർ രൂപീകരിക്കുമെന്നാണ് LDF നേതാക്കൾ പങ്കിടുന്ന പ്രതീക്ഷ. പശ്ചിമ ബംഗാളിൽ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ മാത്രം എണ്ണൽ മേൽനോട്ടക്കാരായി നിയമിക്കാനുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണൽ മേൽനോട്ടക്കാരായി കേന്ദ്ര സർക്കാർ ജീവനക്കാരെ മാത്രമായി നിയോഗിക്കാനുള്ള ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ തീരുമാനത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിലാണ് നടപടി. അതേസമയം തന്നെ വോട്ടെണ്ണൽ സംസ്ഥാന സർക്കാർ നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയിലൂടെ സാന്നിധ്യത്തിലായിരിക്കും നടപ്പിലാക്കുകയെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതി അറിയിച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതി ശരിവച്ചിരുന്നു. ഇതിനെതിരെ സമർപ്പിച്ച അപ്പീൽ ഉത്തരവുകൾ ഇറക്കാൻ സുപ്രീം കോടതി തയ്യാറായും ചെയ്തില്ല. കൂടുതൽ ഉത്തരവുകളുടെ ആവശ്യമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ സർക്കുലർ ലക്ഷ്യബോധത്തോടെ നടപ്പാക്കുമെന്നും അറിയിച്ചത് രേഖപ്പെടുത്തുന്നുവെന്നും കോടതി അറിയിച്ചു. സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ വർധനവ് രേഖപ്പെടുത്തി. ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയും വർദ്ധിച്ച് 1 ഗ്രാം സ്വർണ്ണത്തിന് 13,835 രൂപയും പവന് 1,10,680 രൂപയുമായി. 18 കാരറ്റ് സ്വർണ്ണവിലയിലും ആനുപാതികമായി വർധനവ് രേഖപ്പെടുത്തി. ഗ്രാം 11,370 രൂപയിലും പവൻ 90,960 രൂപയിലുമാണ് വ്യാപാരം. വെള്ളി 265 രൂപയിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുന്നു. നമസ്കാരം.
എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.